നമ്മൾ ഒരിക്കൽ ഈ പരിപാടിയിൽ ആർ ബാലകൃഷ്ണപിള്ള എങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ പിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അന്ന് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു എന്താണ് ഈ പിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം. അതുകൊണ്ട് ഇന്ന് അതേക്കുറിച്ചാണ് പറയുന്നത്. 1982-87 കാലത്ത് കെ കരുണാകരൻ ഭരിക്കുന്ന സമയത്താണ് പിള്ള പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത്. പിള്ളയുടെ പാർട്ടിയായ കേരള കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം എറണാകുളത്തെ രാജേന്ദ്ര മൈതാനിയിൽ നടക്കുക. അവിടെ വെച്ചാണ് പിള്ള ഈ വിവാദ പ്രസംഗം നടത്തിയത്. അതിനൊരു പിന്നാമ്പുറമുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിന് ഒരു കോച്ച് ഫാക്ടറി അനുവദിച്ചിരുന്നു. അതിനിടയിലാണ് ഇന്ദിരാഗാന്ധി പഞ്ചാബിലെ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുന്നത്. ആ സമയത്ത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. അപ്പോൾ രാജീവ് ഗാന്ധി എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി ഈ കോച്ച് ഫാക്ടറി പഞ്ചാബിലെ കപൂർത്തലയിലേക്ക് കൊണ്ടുപോയി. ഇതായിരുന്നു പിള്ളയുടെ പ്രസംഗത്തിന് കാരണമായത്. പിള്ള അന്ന് പ്രസംഗത്തിനൊടുവിൽ ചോദിച്ചു, നമ്മളും ഇതുപോലെ ചെയ്യാത്തത് കൊണ്ടാണോ? എന്നാൽ കേരളത്തിൻ്റെ സംസ്കാരവും മര്യാദയും ഇതിനൊന്നും അനുവദിക്കുന്നില്ല. സംഗതി ഇത്രയൊക്കെ പിള്ള പറഞ്ഞോളൂ. പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ അടിച്ചു വന്നപ്പോൾ പിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം എന്നായി. അതോടുകൂടി യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം ഉണർന്നു. അന്ന് ജി കാർത്തികേയൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളയുടെ രാജി ആവശ്യപ്പെട്ടു. അതോടൊപ്പം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവും സമരരംഗത്തിറങ്ങി. അവർ ഭരണഘടനാ ലംഘനം നടത്തിയ പിള്ള രാജിവെക്കണമെന്ന് തെരുവിലിറങ്ങി പ്രകടനം നടത്തി തുടങ്ങി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു പിള്ള നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറഞ്ഞു. അതേ തുടർന്ന് പിള്ള രാജിവെച്ചു. പക്ഷേ കേസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചെലവ് സഹിതം തള്ളി. പിന്നീട് സുപ്രീം കോടതിയും കേസ് തള്ളി. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം പിള്ള അതേ മന്ത്രിസഭയിൽ തന്നെ വീണ്ടും മന്ത്രിയായി തിരിച്ചെത്തുകയും ചെയ്തു. ഇതിലൊക്കെ വലിയ തമാശ, പിള്ള രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഡിവൈഎഫ്ഐക്കാർ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു മുദ്രാവാക്യം ഉയർത്തി, കോച്ച് ഫാക്ടറി എവിടെ പോയി, പിള്ള പറഞ്ഞത് ശരിയല്ലേ? ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം ആ കോച്ച് ഫാക്ടറി എവിടെയുണ്ട് എന്ന് തപ്പി നടക്കുകയാണ് എന്ന കാര്യവും മറക്കണ്ട.